മണ്ണാർക്കാട് നഗരസഭയിലെ CPM വിമതർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. PK ശശിയെ അനുകൂലിക്കുന്ന CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് മത്സരിക്കുന്നത്. ജനകീയ മതേതര മുന്നണി എന്ന പേരിലാണ് മത്സരിക്കുന്നത്. പാർട്ടിയിൽ നിന്നും അവഗണന നേരിടുന്നതിനാലാണ് മത്സരിക്കുന്നത് എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. PK ശശി വിഭാഗം മത്സരിക്കുന്നത് തങ്ങളെ ബാധിക്കില്ല എന്നാണ് CPM പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു വിഭാഗം ഈ പാർട്ടിയിലില്ല. എൻ്റെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും എൻ്റെ സാമാന്യം ദീർഘമായിട്ടുള്ള പൊതുജീവിതത്തിനിടയിൽ ഞാൻ നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ശശി വിഭാഗം എന്ന് പറയുന്നതിനെ പരിപൂർണമായി ഞാൻ അവഗണിച്ച് തള്ളുകയാണ്. ഇതിലല്പം പോലും യാഥാർത്ഥ്യമില്ല, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. എന്നോടൊപ്പം നിന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. ഞാൻ എടുക്കുന്ന പല നിലപാടുകളോടും അടുപ്പം കാണിച്ച ഈ ആളുകളുണ്ടായിരുന്നത് അവരൊന്നും എൻ്റെ വക്താക്കളല്ല. സാജിദ് അജ്മൽ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാജിദ്, ഇതൊന്നും അറിയില്ല എന്നാണ് PK ശശി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM എങ്ങനെയാണ് പ്രതിരോധത്തിലാകുന്നത്? തങ്ങളെ ബാധിക്കില്ല, വിജയത്തെ ബാധിക്കില്ല എന്നൊക്കെ ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം CPM പ്രതിരോധത്തിലാകാനാണ് സാധ്യത? ഇതിന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ പാർട്ടി മെമ്പർഷിപ്പിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഈ CPM-നെതിരെ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. PK ശശിയുമായി അടുത്ത് ഉള്ള ആളുകൾ, അതിൽ ഹരിപ്രസാദ്, അഷ്റഫ് തുടങ്ങി ഷഹാന കല്ലടി അടക്കമുള്ള ആളുകൾ PK ശശിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇവരാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. PK ശശി പരസ്യമായി താൻ പാർട്ടിയിൽ ഒരു വിഭാഗം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും PK ശശിയുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇവർ മത്സരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത്, കാരാകുറിശി പഞ്ചായത്ത്, കോട്ടം പഞ്ചായത്ത്, അലനല്ലൂർ പഞ്ചായത്ത് തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ ഈ PK ശശി അനുകൂലികൾ മത്സരിക്കുന്നുണ്ട്. PK ശശിയെ പാർട്ടി അവഗണിക്കുന്നതാണ് തങ്ങൾ മത്സരിക്കാൻ കാരണം. PK ശശി പറഞ്ഞിട്ടല്ല, പക്ഷേ ഈ PK ശശിയെയും തങ്ങളെയും പാർട്ടി അവഗണിക്കുന്നതാണ് തങ്ങൾ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണമെന്ന് വിമതർ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയ തോതിൽ CPM-നെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല. ഏതായാലും ഇത് വലിയ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തങ്ങളുടെ വിജയത്തെ ഇത് ബാധിക്കില്ല എന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.